ഒരുപാട് യുദ്ധങ്ങൾ കണ്ട മണ്ണാണ് ഭാരതം. അതിർത്തിയിലെ ഓരോ പിടി മണ്ണിലും നമ്മുടെ ജവാന്മാരുടെ ചോരയുടെ മണമാണ്. അതിലോരോ മണൽത്തരികൾക്കും പറയാൻ ഒരുപാട് ജീവിത കഥകളുണ്ട്. ഭാരത ചരിത്രത്തിൻ്റെ ഏടുകളിൽ എഴുതപ്പെടാൻ മറന്നുപോയ നൂറുകണക്കിന് കഥകളിൽ ഒന്നു മാത്രമാണിത്. Control room. Tiger 1 reporting. Can you hear me? ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ പ്രതിജ്ഞ ചൊല്ലുന്ന ഓരോ കുട്ടിയുടെ സഹോദരന്മാരാണ്. മനസ്സിൽ ഞാൻ എന്റെ നാടിനെ തോന്നുന്നു 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള സമ്പന്നവും വികാരം വൈവിധ്യപൂർണവുമായ ഭാരതം, അതിന് എൻ്റെ പരമ്പരാഗത നാട്. സമ്പത്തിൽ ഇന്ന് ഈ മറവിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവന്റെ ഓരോ തുടിപ്പിലും എനിക്ക് ഒളിപ്പിക്കേണ്ടി വരുന്നതും എൻ്റെ രാജ്യസ്നേഹമാണ്. 2 ദശകങ്ങൾക്കിപ്പുറം ഈ അതിർത്തിയിൽ നിൽക്കുമ്പോൾ ഭാരതത്തിനായി ജീവൻ ബലി കൊടുത്ത പട്ടാളക്കാരുടെ ഭാര്യമാരുടെയും മക്കളുടെയും കണ്ണീരും നിലവിളിയും എന്നെ വേട്ടയാടുകയാണ്. പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുക്കൻ ലവലേശം ഭയമില്ലാതെ കടലിലേക്ക് എടുത്തു ചാടി തിരികെ പിടിച്ചുകൊണ്ട് വന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവനെയായിരുന്നു. അന്ന് ലഭിച്ച ആദരവും പ്രോത്സാഹനവും ഇന്നെൻ്റെ ധൈര്യത്തെ പുച്ഛിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നതുകൊണ്ട് സ്വാഭാവികമായും ഞാനും അതിലേക്ക് തിരിയുമെന്ന് എല്ലാവരും കരുതി. എന്താ, എൻ്റെ ആഗ്രഹങ്ങളെ പാതി വഴി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. ഒറ്റ മകനായിരുന്നതുകൊണ്ടാവാം എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവർ സമ്മതം മൂടിയത്. പുതിയ ലോകം, പുതിയ ഭാഷകൾ, പാഠങ്ങൾ, പരിശീലനങ്ങൾ. ഞാൻ എന്നെ തന്നെ വാർത്തെടുക്കുകയായിരുന്നു. നാട്ടിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ മഴയും വേനലും ആസ്വദിക്കുമ്പോൾ ഞങ്ങളിവിടെ മേജർ സാറിൻ്റെ കഠിന പരിശീലനത്തിലായിരുന്നു. All boys attention. Welcome to Indian Army. I am Major Rana Pratap Singh, 6th Battalion, Indian Army. Introduce yourself. Abraham from Goa. Rohit from Kerala. Muhammad Faisal from Kerala. Renju Singh from Punjab. Ram Kumar from Gujarat. Arun Reddy from Andhra Pradesh.
Now I am Captain Rohit. ഓരോ തവണ ലീവ് കഴിഞ്ഞ് മടങ്ങുമ്പോഴും പ്രായമായ അച്ഛനും അമ്മയും തനിച്ചായിരുന്നു എന്ന തിരിച്ചറിവാണ് ദേവൂട്ടിയെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവൾ എനിക്ക് തന്ന സമ്മാനമായിരുന്നു ഞങ്ങളുടെ ചിഹ്നം. ജീവിതം അതൊരു കടൽ പോലെയാണ്. ചില നേരം സ്നേഹത്തോടെ എന്നെ പുൽകിക്കൊണ്ടിരുന്നു, ചില നേരം എന്തൊക്കെയോ എന്നിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ടിരുന്നു. എല്ലാത്തിൻ്റെയും തുടക്കം അവിടെ നിന്നായിരുന്നു. Mission completed. Over. You can come back. ഫാത്തിമ, എന്റെ സുൽത്താൻ എന്ത് പറയുന്നു? ഹലോ മോളെ. ഉസ്മാൻ എത്തിയ നിക്കാഹിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി? ഫൈസൽ മിക്കവാറും ഒറ്റയ്ക്കായിരുന്നു. ഫൈസലിന് എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവനെ അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിച്ചു. ഫൈസൽ ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. അവൻ്റെ മനസ്സ് നിറയെ അവൻ്റെ അനിയത്തിക്കുട്ടിയുടെ നിക്കാഹിൻ്റെ ഒരുക്കങ്ങളാണ്. ഞങ്ങളുടെയും അനിയത്തിക്കുട്ടിയായ ഫാത്തിമയെ അവളുടെ പുയ്യാപ്പിളയുടെ കൈപിടിച്ച് ഏൽപ്പിക്കാൻ ഒരുക്കയുടെ സ്ഥാനത്ത് ഞാനും ഉണ്ടോ. എൻ്റെ മോളെ കാണാൻ പപ്പ ഉറപ്പായിട്ടും വരാട്ടോ. Head office reporting. Team Tiger, get ready and report. Afghanistan border attacked by the Afghan terrorists. Afghanistan border attacked by the Afghan terrorists. Wait. 2 more suspected in one room. Go ahead. നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച ഞങ്ങളുടെ മേജർ സാബിനെ പോലുള്ള ഒരുപാട് ജവാന്മാർക്ക് വേണ്ടി, ഇത്രയും നാൾ കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പുറപ്പെടുകയാണ്. കൈവിട്ടുപോയ നമ്മുടെ അതിർത്തി ഞങ്ങൾ തിരിച്ചു പിടിച്ചു. നിനക്കറിയില്ലേ, ഉപ്പയും ഉമ്മയും ഇല്ലാത്തതിൻ്റെ കുറവറിയിക്കാതെയാണ് ഞാൻ ഓളെ വളർത്തിയത്. നാട്ടിലില്ലാഞ്ഞിട്ട് ഒരു സമാധാനമില്ല. ക്യാമ്പിൽ ചെന്നെത്തിയിട്ട് വേണം TV ഒതുക്കാൻ. അവൾ എൻ്റെയും പെങ്ങളല്ലടാ. തിരിച്ചെത്തിയിട്ട് നമുക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് പോകാം. ഈ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടിട്ട് ഒരു രാത്രിയും പകലും കഴിഞ്ഞു. കൂടപ്പറപ്പിനെ പോലെ കരുതിയ ഫൈസൽ അവനെന്നില്ല.
headquarters. Over. Can you hear me? Don't come up. I will handle it. Team Tiger, mission cancelled. Come back. Over. അവരുടെ അതിർത്തിയും കടന്ന് ഞാൻ ഒരുപാട് മുന്നേറിയിരിക്കുന്നു. എൻ്റെ രാജ്യം, എൻ്റെ കുടുംബം, അവയെല്ലാം കയ്യോ മെയ്യോ എത്താത്ത ദൂരത്തേക്ക് പോയിരിക്കുന്നു. ഇനിയൊരു മടങ്ങി വരവുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എങ്കിലും വെച്ച കാലം പിന്നോട്ടില്ല. എൻ്റെ നാടിൻ്റെ ചരിത്രം ശത്രുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി യാചിക്കുന്നതല്ല, നിവർന്നു നിന്ന് പൊരുതുന്നതാണ്. Love you, Papa. Jai Hind. അതിർത്തിയിൽ തോക്കേന്തി ഉറക്കമിളച്ച് കൊടും തണുപ്പിൽ മരവിച്ചും രാജ്യത്തിന് കാവൽ നിൽക്കുന്ന ഓരോ പട്ടാളക്കാരനും ഒരു സ്വപ്നമേ ഉള്ളൂ: ജാതിയും മതവും കൊടികളും മനുഷ്യരെ അടിമകളാക്കാത്ത ഭാരതം. അവരുടെ സ്വപ്നം പോലെ നല്ലൊരു പുലരിക്കായി നമുക്ക് കാത്തിരിക്കാം. ജയ് ഹിന്ദ്.